എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഒരു വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി അത്യാവശ്യം വലുപ്പമുള്ള ഒരു വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയാണ് അതിന് വേണ്ടി എടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കി വേണം എടുക്കാൻ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 10-15ഓളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി വഴുതനങ്ങ എടുത്ത് വെച്ചിരുന്നത് ഇതേപോലെ നെടുകെ ഒന്ന് കീറിയെടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള കനത്തിനനുസരിച്ച് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ 2 ഭാഗത്തു നിന്നും കുറേശ്ശെ അങ്ങ് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി നടുവിലുള്ള പീസ് എടുത്തിട്ട് ഇതിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ മസാല പുരട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം. അതിനുവേണ്ടി ഇതേപോലെ ക്രോസിനൊന്ന് വരഞ്ഞു കൊടുക്കാം. 2 സൈഡും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അത്യാവശ്യം കനമുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ മസാല ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കണം. ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വറുക്കാനുള്ള തവ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ മസാല പുരട്ടിയ ഭാഗം വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ മറുഭാഗത്തും അതേപോലെ തന്നെ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 ഭാഗവും മസാല തേച്ച് കൊടുക്കാം. അതിനുശേഷം തവയൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതേപോലെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് അപ്പോഴും ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയിരിക്കണം. ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു വൈറൽ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴുതനങ്ങ കൊണ്ടും തയ്യാറാക്കി നോക്കും. അടുത്തത് കൂർക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് ഇതേപോലെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ തൊലി പെട്ടെന്ന് ഇളക്കി കിട്ടും. ഇതേപോലെ ഈസി ആയിട്ട് തന്നെ തോലിളക്കി കളയാം. വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തോലിളക്കി നോക്കും, പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം തോല് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് വെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം തോല് കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല നാടൻ കുറുക്കയാണ്, നല്ല മണമുള്ള കുറുക്കയാണ്. അപ്പോൾ കറി വയ്ക്കാനൊക്കെ എടുക്കുമ്പോൾ നാടൻ കുറുക്ക തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ തോല് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 തവണ കഴുകിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇതിനെ മുറിച്ചെടുക്കാം. ഞാൻ എടുത്തത് അത്യാവശ്യം വലിപ്പമുള്ള കുറുക്കയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 3-4 ഒക്കെ ആയിട്ടാണ് അത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചെറുതായിട്ട് പുളി വേണം, അപ്പോൾ അതിന് വേണ്ടി 3-4 കഷ്ണം മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് വേകാനുള്ള കഷ്ണങ്ങൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള അത്രയും തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം. മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം കഷ്ണങ്ങളിൽ ഒരുപാട് വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ അരപ്പ് ഒഴിച്ചതിന് ശേഷം വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളച്ചു പോകരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കൂർക്ക കൊണ്ട് ഈ ഒരു ഒഴിച്ചുകറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് മത്തങ്ങയും പരിപ്പും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. വളരെ ചെറിയൊരു പീസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് മത്തങ്ങ എടുക്കേണ്ട. മത്തങ്ങ ഒരുപാടായിപ്പോയാൽ കറിക്ക് മധുരം കൂടും. ഒരു ചെറിയ പീസ് മാത്രം മതിയാകും. അപ്പോൾ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഉൾഭാഗത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ വലിയ പീസസായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ആദ്യം ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ ഒരു 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. മത്തങ്ങയും പരിപ്പും ആയതുകൊണ്ട് തന്നെ കറി കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒഴിച്ച് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ ഈ എടുത്ത് വെച്ചിരുന്ന മത്തങ്ങ അത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കഴുകിയതിന് ശേഷം കുക്കറിലെ മത്തങ്ങയിലേക്ക് ഈ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ആ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം മത്തങ്ങയും പരിപ്പും ഇപ്പം കുക്കറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലുതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളിയും ഇതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊരു 5 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടില്ലേ, മത്തങ്ങയും പരിപ്പുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. സ്പൂൺ വെച്ച് ഉടച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം
ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ചൂടാക്കിയത് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ലൂസായിരിക്കേണ്ട കറിയാണ്. ഈ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചട്ടി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഈ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ തിക്കാവാൻ ചാൻസുള്ള കറി. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങയും പരിപ്പും കൊണ്ട് ഈ ഒരു കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.